ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിൽ മുഹമ്മദ് യൂനിസ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച RSS ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ഭാരതം മറ്റു വഴികൾ തേടണമെന്ന അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ. ബംഗ്ലാദേശിലെ അക്രമങ്ങൾ മുഗൾ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നത്. നൊബേൽ പുരസ്കാര ജേതാവ് ഭരിക്കുന്ന രാജ്യത്താണ് അതിക്രമങ്ങൾ. പാകിസ്ഥാനിലും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതായി സുനിൽ അംബേദ്കർ ചൂണ്ടിക്കാട്ടി. दुनिया में शांति फैलाने के लिए जिनको ये पुरस्कार दिया जाता है ऐसे वो है, लेकिन आज ही हमारे भारत में जो नोबेल पुरस्कार जिनको शांति का दिया गया कैलाश सत्यार्थी जी, उन्होंने भी एक वक्तव्य दिया है और उन्होंने अपने शांति पुरस्कार वाले यूनुस भाई को बताया कि भाई शांति पुरस्कार तुमने भी लिया, मैंने भी लिया, लेकिन तुम क्या कर रहे हो। मुझे लगता है आज दुनिया भर से ऐसी आवाजें आने लगी हैं। हम जितने आवाजें उठाएंगे दुनिया भर के लोगों को ये बात समझ में आएगी। क्योंकि आपको एक बात मैं बताना चाहता हूं, जिस दिन यूनुस जी ने शपथ ली उस दिन दुनिया भर के 92 नोबेल पुरस्कार वालों ने उनको तुरंत बधाई दी, जैसे कि वो प्रतीक्षा कर रहे थे कि अराजक होगा, हिंदुओं पर अत्याचार होगा और उसके बाद हमारे यूनुस भाई आएंगे, और वो तैयारी बैठे थे, तुरंत आया। और बड़े बड़े विश्व के नेता ऐसे 197 इतने नेताओं ने उनको तुरंत सपोर्ट किया है, उनको बधाई दी है। मैं उन लोगों को भी बताना चाहता हूं, इतनी जल्दी मत करो बधाई देने में, क्योंकि जो हिंदुओं के साथ अत्याचार करेगा, जो हिंदुओं के साथ अन्याय करेगा, उसका इसको हम सहन नहीं कर सकते, इसको सहन नहीं किया जा सकता। और इसीलिए ये आक्रोश, ये गुस्सा दिखाना जरूरी है। ये एक दिन दिखाने से नहीं होगा, ये धारा चलनी चाहिए, परिणाम होगा, निश्चित होगा। अब इस भारत के आवाज को कोई दबा नहीं सकता, कोई अनसुना नहीं कर सकता, हर एक को सुनना पड़ेगा। ഗൗതം അനന്തനാരായണനുണ്ട് ഡൽഹിയിൽ നിന്നും. ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയിൽ ആദ്യം ഇടപെട്ടതും ഭാരതമാണ്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ. അവിടുത്തെ ഇടക്കാല സർക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ചകൾ ഫലപ്രദമായില്ല എന്നുണ്ടെങ്കിൽ ഭാരതം മറ്റ് വഴികൾ തേടും എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. രജനി, അനു, നമസ്തേ. വൈകുന്നേരം നാഗ്പൂർ നഗരത്തിൽ തന്നെ വലിയൊരു ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു നടത്തിയ ത്തിലേക്ക് മടങ്ങിയെത്താം. ശബ്ദം വ്യക്തമാകുന്നില്ല. എത്രയും വേഗം ആ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സുനിൽ അംബേദ്കറുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പുറത്തുവിട്ടത്. അദ്ദേഹം പറയുന്നതും ഇപ്രകാരം തന്നെയാണ്. കാരണം ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന ഈ അതിക്രമത്തിൽ ഭാരതം മറ്റു വഴികൾ തേടണമെന്നുള്ളൊരാവശ്യം RSS മുന്നോട്ട് വയ്ക്കുന്നു കേന്ദ്ര സർക്കാരിനോട്. ബംഗ്ലാദേശിലെ അക്രമങ്ങൾ മുഗൾ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നത് എന്നതുകൂടി അദ്ദേഹം പറയുന്നു. കാരണം ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് അവിടെ വേട്ടയാടുകയാണ് എന്ന് വ്യക്തം. ഗൗതം, തുടരാം. അനു, ഈ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ ബംഗ്ലാദേശ് വിഷയത്തിൽ കൂടുതൽ അടുത്ത നിലപാടിലേക്ക് ഭാരതം പോകുമെന്ന സന്ദേശം നൽകിയത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നത് തന്നെയാണ് RSSന്റെ ആഗ്രഹം. പക്ഷേ ഈ ചർച്ച എത്ര നാൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നവംബർ മാസം 30-ാം തീയതി, അതായത് ഏതാണ്ട് 2 ആഴ്ച മുൻപ് RSSന്റെ സർക്കാർ വിഭാഗ് ദത്താത്രേയ ഹൊസബളെ അദ്ദേഹം പ്രസ്താവനയിലൂടെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യ അത് കൃത്യമായി തന്നെ അവസാനിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഹൈന്ദവ സന്യാസിമാരെ ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തുവിടണം എന്നത് സംബന്ധിച്ചുള്ള ആവശ്യമാണ് RSS മുന്നോട്ട് വെച്ചത്. അതിനുശേഷവും ബംഗ്ലാദേശിൽ സംഘർഷങ്ങൾ തുടരുന്നു, ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഭാരതം മറ്റു മാർഗങ്ങൾ തേടേണ്ടത് അനിവാര്യമാണ് എന്ന കൃത്യമായ സന്ദേശം നാഗ്പൂര് ന്യൂഡൽഹിയെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ജമ്മു കാശ്മീരിൻ്റെ ഉദാഹരണമാണ് സുനിൽ അംബേദ്കർ ഇവിടെ കുറിക്കുന്നത് എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. അതായത് ജമ്മു കാശ്മീരിൽ സമാധാനപരമായ ചർച്ചകൾ കൊണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിച്ച ഘട്ടങ്ങളിലെല്ലാം ഭാരതത്തിന് തിരിച്ചടി ഉണ്ടാവുകയും പാക് അധിനിവേശ ജമ്മു കാശ്മീർ പോലെയുള്ള തന്ത്രപ്രധാനമായ മേഖലകൾ
നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ അടിക്ക് തിരിച്ചടി എന്ന നിലയിലുള്ള കൃത്യമായ നിലപാട് ജമ്മു കാശ്മീരിൽ കൈക്കൊണ്ടപ്പോഴാണ് അവിടെ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കാൻ കഴിഞ്ഞതാണെങ്കിലും പിന്നീട് അവിടുത്തെ ജിഹാദികളെ മര്യാദ പഠിപ്പിക്കാൻ കഴിഞ്ഞതാണെങ്കിലും അത് ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴാണ് കശ്മീരിനെ കൃത്യമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു, അല്ലെങ്കിൽ അവിടെ ഭാരതത്തിന്റെ ജനാധിപത്യ സ്വഭാവം കൃത്യമായി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനാൽ ജമ്മു കാശ്മീർ മാതൃകയിലുള്ള നയം അത് രൂപീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്തരം നയത്തിലേക്ക് ഭാരതം പോകേണ്ട സമയമാകുന്നു എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ RSSന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ വളരെ ഗൗരവമായി രാഷ്ട്രീയ സ്വയംസേവക സംഘം നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് പാകിസ്ഥാനിലുമുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റുകൾ അധികാരത്തിലിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം അവിടെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പ്രത്യേകിച്ച് ഹൈന്ദവർ ആക്രമിക്കപ്പെടുന്നു. അതിനാൽ ചർച്ചകൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും മറ്റു മാർഗങ്ങൾ തേടണം എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം നടത്തുന്നു എന്നതാണ്. എന്തായാലും ബംഗ്ലാദേശിൽ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം കൃത്യമായി തന്നെ മറ്റു മാർഗങ്ങൾ തേടുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന സ്വഭാവം നമുക്കറിയാം, അത് RSSന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ തന്നെ മുൻ പ്രചാരകയായിരുന്ന ഒരു പ്രധാനമന്ത്രിയുമാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. അതിനാൽ നാഗ്പൂരും ന്യൂഡൽഹിയും തമ്മിലുള്ള എന്താണ് എന്ന് നമുക്കറിയാം, അതിൽ വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അതിനാൽ ബംഗ്ലാദേശിലെ ജിഹാദികൾക്കുള്ള ശക്തമായ താക്കീതാണ് RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രജനി. എന്തായാലും ബംഗ്ലാദേശ് അതിക്രമത്തിൽ യൂനിസ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമൊപ്പം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ശക്തമായ നടപടികളിലേക്ക് കടക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടെ തന്നെയാണ്. ഈ വിഷയത്തിൽ ഹിന്ദുക്കൾ ഒന്നിക്കണം എന്നുള്ളൊരു ആഹ്വാനം കൂടി RSS നടത്തുകയുണ്ടായി.